നിമിഷപ്രിയ കേസിൽ മോദി പോലും തോറ്റെടുത്ത് ഇടപെട്ട് കാന്തപുരം. മനുഷ്യത്വം വലുതായി കരുതുന്ന ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിച്ചിരിക്കുകയാണ്. ഉസ്താദ് എത്ര മഹാൻ! ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല സമൂഹ മാധ്യമങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റുകളും വീഡിയോസിലും ഒക്കെ ഉള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ ആരാണ് ഇടപെട്ടത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഒരു കറന്റ് സിറ്റുവേഷൻ? നമുക്ക് അവിടെയുള്ള ആളുകൾ പറയുന്ന വീഡിയോസ് തെളിവുകൾ സഹിതം അതിനെപ്പറ്റി നോക്കാം. വരൂ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകളാലാണ്. അത് പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർ തുടർന്ന് ഈ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. തുടർന്നും ആ പിന്തുണയ്ക്കൽ തുടരുക. കാരണം കുറച്ചു കാലത്തേക്കും കൂടി നമുക്കത് വളരെയധികം ആവശ്യമുണ്ട്. കുറേയധികം ആളുകൾ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും നമ്മുടെ വായടയ്ക്കാൻ വേണ്ടിയും ഒക്കെ റിപ്പോർട്ട് അടിച്ച് നമുക്ക് വരുമാനം വരുന്ന ആ ഒരു സംവിധാനം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പ്രേക്ഷകരോട് നമ്മൾ സംഭാവന ചോദിക്കുന്നത്. കാരണം അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. സോ ബാക്ക് ടു ദ ടോപ്പിക്. ആദ്യം നിമിഷപ്രിയയുടെ കേസ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിമിഷപ്രിയ യമനിൽ അവരുടെ ഭർത്താവ് എന്ന് ലീഗലി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി 101 കഷണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നതാണ് കേസ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിമിഷപ്രിയ തന്നെ പറയുമ്പോൾ ഗത്യന്തരമില്ലാതെ ചെയ്തു പോയ ഒരു കൃത്യമാണ് അത് എന്നാണ് അവർ പറയുന്നത്. അതായത് യമനിൽ ഒരുപാട് നാൾ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ അവിടെ ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ അവരെ അതിന് സഹായിക്കാൻ വന്ന തലാൽ, അദ്ദേഹം അവിടുത്തെ യമനി പൗരനാണ്. അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഉള്ള പൗരന്മാരുടെ പേരിൽ തന്നെ ആയിരിക്കണം. വിദേശികൾക്ക് ആർക്കും വന്ന് അവിടെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദേശ കുത്തക സംവിധാനങ്ങൾ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ താൻ സഹായിക്കാം, തന്റെ പേരിൽ ക്ലിനിക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് ഒരു സഹായമായിട്ട് വന്ന വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന യമനി പൗരൻ. അവിടെ നിന്നും അയാൾ ഫണ്ടും കൂടെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ പേരിൽ ലോണും കാര്യങ്ങളും എല്ലാം സെറ്റിലായി. നിമിഷപ്രിയ അതുവരെ സമ്പാദിച്ചതും ഉള്ള പൈസയും ഒക്കെ അവര് അതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നു. അവര് രണ്ടുപേരും നാട്ടിൽ വന്നു, നാടൊക്കെ കാണുകയുണ്ടായി. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും എന്ന രീതിയിലാണ് യമനിൽ അറിയപ്പെട്ടിരുന്നത്. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിമിഷപ്രിയ വിവാഹിതയാണ്, ഒരു കുട്ടിയുടെ അമ്മയുമാണ്. അപ്പോ ഇവരങ്ങനെ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇയാളുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ഉപദ്രവം നിമിഷപ്രിയയ്ക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. മാനസികമായി ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലതവണ അവിടെ നിന്നും രക്ഷപ്പെട്ട് ചാടി പോകാൻ വേണ്ടി നോക്കി. ഒരിക്കൽ അവിടെ പരാതിപ്പെട്ടപ്പോൾ പോലും 7 ദിവസം നിമിഷപ്രിയ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഭാഷയുടെ കുഴപ്പം കൊണ്ടോ എന്തോ നിമിഷപ്രിയയുടെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിലാണ് യമനി ഭരണകൂടം വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേറെ മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരിക്കൽ ഇയാളെ മയക്കി കിടത്തിയതിനു ശേഷം രക്ഷപ്പെട്ടു പോകാമെന്ന് നിമിഷപ്രിയയും അവരുടെ കൂടെയുള്ള വേറൊരു നഴ്സും കൂടി തീരുമാനിക്കുന്നു. അങ്ങനെ ഇയാളെ ഡ്രഗ് ഉപയോഗിച്ച് മയക്കി കിടത്താൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഇയാൾ ഓൾറെഡി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ ഒരു ഡോസ് കൊടുത്തപ്പോൾ ഇയാൾ മയങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഡോസ് കൊടുക്കുകയും എന്നാൽ അത് ഓവർഡോസ് ആയിട്ട് ഇയാൾ മരിച്ചു പോവുകയും എന്നൊരു സാഹചര്യം ഉണ്ടാവുകയും വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാളെ 101 കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നതാണ് നിമിഷപ്രിയ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും രക്ഷപ്പെടാൻ കൊല്ലാതെ തന്നെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? യമനി ഭരണകൂടം ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഇപ്പോൾ അവിടെയുള്ള ആക്ഷൻ കൗൺസിലൊക്കെ പോലെയുള്ള ഒരുപാട് സംഘടനകൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നല്ലോ. ആരുടെയും സഹായം തേടാൻ പെട്ടുപോകുന്ന പലർക്കും കഴിയും എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ കൊലപാതകം ചെയ്തതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്, താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒളിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് അത് അത്രയും കഷ്ണങ്ങളാക്കി ഒക്കെ മുറിച്ച് ഒരു മനുഷ്യനെ വാട്ടർ ടാങ്കിൽ ഇട്ടത്. അപ്പൊ ഒരിക്കലും അതൊരു ചെറിയ തെറ്റല്ല. നമുക്ക് ആ രീതിയിൽ ഒരിക്കലും അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര കാര്യങ്ങളിലേക്ക് വരാം. അതായത് നമ്മുടെ രാജ്യത്തെ ഒരു പൗര മറ്റൊരു രാജ്യത്ത് പോയി അവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ തന്നെയും അവരെ രക്ഷിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ നമ്മൾ ശിക്ഷിച്ചോളാം എന്ന് വരെ പറഞ്ഞിരിക്കാം. അമേരിക്കയൊക്കെ അങ്ങനെ ഉപാധികൾ വെക്കാറുണ്ട്. അല്ലാതെ അവര് ശിക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു രാജ്യവും വിട്ടുകൊടുക്കുന്നില്ല. അത് ഇന്ത്യ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ പൗരന്മാരും മറ്റൊരു രാജ്യത്ത് പെട്ടുപോയാൽ നമ്മൾ അവരെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യമായ എല്ലാ വഴികളും ഇന്ത്യൻ നയതന്ത്ര ഭരണകൂടം അത് നോക്കും. അതങ്ങനെയാണ്. ഇന്ത്യ മാത്രമല്ല, അമേരിക്ക ആയാലും നമ്മുടെ ഇവിടെ ഇറ്റാലിയൻ പൗരന്മാരൊക്കെ പെട്ടുപോയപ്പോഴത്തേക്കും അവരെ കൊണ്ടുപോയി അവരങ്ങനെ ചെയ്യും. എല്ലാവരും അത് ചെയ്യും. നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇതുപോലൊരു ഇടപെടലുണ്ടായി.
അപ്പോൾ ശരിക്കും യമനിലെ ഒരു നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീഅത്ത് നിയമമാണ് യമൻ പിന്തുടരുന്നത്. ഒരുപാട് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ തന്നെ നോക്കിയാൽ അവരെല്ലാം ട്രൈബൽസ് ആണ്. അപ്പൊ അവരുടെ ഒരു ചിന്താഗതിയും അവരുടെ ഒരു തീരുമാനങ്ങളും ഒക്കെ അത്രയധികം നമ്മളൊക്കെ പറയുന്ന മനുഷ്യത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യാവകാശം ഇതൊന്നും അവർക്ക് ബാധകമായിരിക്കില്ല. അപ്പൊ അവരുടെ നിയമം എന്ന് പറയുന്നത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് പകരം ജീവൻ എന്ന് തന്നെയാണ്. അപ്പൊ ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയ വ്യക്തി ആരാണോ കൊലപാതകി, അയാളുടെ ജീവൻ പകരം കൊടുക്കണം എന്നതാണ് അവിടുത്തെ നിയമം. ഇനി ഇതിൽ നിന്നും ഒഴിവാകാനായിട്ട് ആകെ ഒരേ ഒരു മാർഗമുള്ളൂ, അതാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത്. അതായത് ചോരപ്പണം സ്വീകരിച്ചുകൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം, ഈ പണം സ്വീകരിക്കാതെ മാപ്പ് കൊടുക്കാം. അതിനൊരു ചെറിയ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിന്റെ ഭർത്താവ് കാവ്യയുടെ ക്യാരക്ടറിന്റെ ഭർത്താവിനെ കൊല്ലുന്നു. ഇത് ഗൾഫിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അവിടെ വെച്ചിട്ട് അവരവിടെ പെട്ടുപോകുന്നു. കാവ്യ മാപ്പ് കൊടുത്താൽ മാത്രമേ മീരയുടെ ഭർത്താവിന് അവിടെ നിന്നും വധശിക്ഷയിൽ നിന്നും മോചനം, കുറച്ചാളും കൂടി ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം, പക്ഷെ കൊല്ലില്ല. അപ്പൊ മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് പെടുന്ന ഒരു പാട് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നും വാങ്ങാതെയാണ് കാവ്യ ഒപ്പിട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിൽ. അപ്പൊ അങ്ങനെ ഒരു മാപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ വധശിക്ഷയിൽ നിന്നും ആ നാട്ടിൽ ഒരു മോചനം സാധ്യമാവുകയുള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞിട്ട് 14 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്ത് ഇറക്കിക്കൊണ്ട് വരുന്ന പോലെ അത്ര ഈസി അല്ല അവിടുത്തെ കാര്യങ്ങൾ. അവിടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും പുറത്തിറങ്ങി വന്നാൽ ഒരു ചാൻസ് കിട്ടിയാൽ വേറെ തെറ്റ് ചെയ്യില്ല. അത്ര അധികം കഠിനമായ ഒരു നിയമമാണ് അവരുടേത്. അപ്പൊ ഈ നിയമത്തിലുള്ള ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. നല്ല രീതിയിൽ ശ്രമിച്ചാൽ തന്നെയും ഇന്ത്യക്ക് യമനുമായി അത്ര നല്ല രീതിയിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ബന്ധമില്ല. എന്തുകൊണ്ട് ബന്ധമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ തീവ്ര മത ചിന്താഗതിയുള്ള ഒരു ഭരണകൂടമാണ് അവിടത്തേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഒരിക്കൽ ഇന്ത്യ, ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ അവരുമായിട്ടും ഇല്ല. പക്ഷെ അതുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കാം എന്ന രീതിയിൽ നമ്മുടെ ഭരണകൂടം സത്യത്തിൽ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിക്കൊണ്ട് തലാലിന്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഈ നിമിഷം വരെ അവരത് സമ്മതിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കാണേണ്ട സംഗതി. ഇപ്പോൾ കൂടി കുറച്ചു മുമ്പ് കൂടി വന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ തലാലിന്റെ സഹോദരനാണ് ആകെ സംസാരിക്കുന്നത്. ഇതിന് മുമ്പ് ഈ പറയുന്ന സാമുൽ ജെറോം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, അദ്ദേഹമാണ് ഈ കാര്യമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ് ഉണ്ട്. ഇവരൊക്കെയും പറയുന്നത് ഈ വീട്ടുകാർ ഒരു കാരണവശാലും നമ്മുടെ പ്രോസിക്യൂട്ടറിനോടോ നമ്മുടെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിലെ ആൾക്കാരോടോ സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് എക്സിക്യൂഷനാണ്. അതായത് നിമിഷപ്രിയയെ തൂക്കുക എന്ന ഒറ്റ കാര്യം മാത്രമാണ്, കൊല്ലുക എന്നുള്ള വധശിക്ഷ മാത്രമാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ക്ഷമിക്കാൻ സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്ന രീതിയിലാണ്. എന്നിട്ട് ഇവിടുന്ന് ആക്ഷൻ കൗൺസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അവിടുത്തെ പ്രോസിക്യൂട്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. അതാണ് ഈ പറയുന്ന 1 മില്യൺ USD, അതായത് ഇന്ത്യൻ മണി ഏകദേശം 8 കോടിയോളം രൂപ. അത് അവർ സമ്മതിച്ചിട്ടില്ല. അവർ യെസും പറഞ്ഞിട്ടില്ല, നോവും സംസാരിച്ചാലല്ലേ യെസ് ഓർ നോ പറയുള്ളൂ. അവര് റിയാക്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ നിന്നും കുറെ പിരിവൊക്കെ നടത്തി നമ്മൾ ഈ പൈസയൊക്കെ സ്വരൂപിച്ച് വെയിറ്റ് ചെയ്യാണ്. ഇവർ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനമാകും. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചത് എങ്ങനെയാണ്, അതേക്കുറിച്ച് നമുക്ക് നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ് തന്നെ പറയുന്നത് കാണാം. മലയാള മാധ്യമങ്ങൾ വാസ്തവമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് റിപ്പബ്ലിക് ടിവിയിൽ നിന്നുള്ള ഒരു ക്ലിപ്പാണ്, നിങ്ങൾ കണ്ടോളൂ. How can the execution be postponed in legal terms? Because our Attorney General today in the Supreme Court was clear that this Yemen government is not like other government with which we have diplomatic channels that are open. See, when we spoke to some Yemeni officials, some Yemeni counterparts, some very influential citizens there, they said they are not intended to execute Nimisha very soon or something like that. It's true, she has been sentenced by the Yemeni trial court for the death sentence. So, but she is serving as a nurse in the jail. And she, in the last many years, she has served a lot to the inmates of the jail and to the officials of the jail. And she is having a very good relation with the jail authorities also. And even the government, their intention is not that much like she should be executed very, very immediately. So we hope when the Indian government makes a request, when her family, her mother makes a request to the authorities, the prosecution, they may accept our request and postpone this the date of execution, and that can be done by the authorities. The pardon has to come from the victim's family, but the date of the execution can be decided by the prosecution, so they can postpone it also. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് നിമിഷപ്രിയനെ തൂക്കണം എന്നുള്ളത് അവിടുത്തെ അധികാരികളുടെ ഒരു മോട്ടീവ് അല്ല.
ഒന്നോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിച്ച ഒരു പ്രതിനെ ആ വധശിക്ഷ വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകാം കുറച്ചു കാലം, ഈ അധികാരികളുടെ ഒരു അധികാരം വെച്ചുകൊണ്ട്. അല്ലാതെ തൂക്കാണ്ടിരിക്കാൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിന് അധികാരമില്ല. അധികാരമുള്ളത് ഈ തലാലിന്റെ വീട്ടുകാർക്കാണ്, അതായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർക്കാണ്. അവര് മാപ്പ് കൊടുക്കാത്തടത്തോളം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് ഡേറ്റ് മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഡേറ്റ് മാറ്റിവെക്കാൻ ഇവർ തയ്യാറായി. എന്തുകൊണ്ടാണ്? നിമിഷപ്രിയനെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി ഇപ്പോഴും ആ ജയിലിന്റെ ഉള്ളിൽ ഒരു നേഴ്സായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള തടവ് പുള്ളികൾക്കായാലും അവിടെയുള്ള അധികാരികൾക്കൊക്കെ ആണെങ്കിലും നിമിഷപ്രിയനെ കൊണ്ട് യൂസ് ഉണ്ട്. നിമിഷപ്രിയനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ തീരുമാനം അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഭരണകൂടം പറഞ്ഞപ്പോ ആരാണ് കാരണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിന്നും കേന്ദ്ര നേതൃത്വമാണ് ഇടപെട്ടിരിക്കുന്നത്. അല്ലാതെ ഈ കാന്തപുരം എന്ന വ്യക്തിയുടെ പേര് ഈ അഡ്വക്കേറ്റ് പറയുന്നേ ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളെ അറിയാനേ പാടില്ല. എന്നാൽ നമ്മൾ കേരളത്തിൽ മൊത്തം ഈ കാന്തപുരത്തിന്റെ പേരും പറഞ്ഞ് ഇന്നലെ ഇങ്ങനെ എന്താ പറയാ മെയിൻ സ്ട്രീം മീഡിയ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള യമനിൽ നിന്നുള്ള ഒരു പേപ്പറിന്റെ ഒരു ഫോട്ടോ വന്നിട്ട് പോസ്റ്റായി. അത് പോസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇടപെടൽ നടത്തി. ഇദ്ദേഹം സംസാരിക്കാന്ന് തലേ ദിവസം ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് വധശിക്ഷ മരവിപ്പിച്ചത് എന്ന രീതിയിലൊരു പ്രചരണം ഇങ്ങ് അടിച്ചിറങ്ങുകയാണ്. അതിനകത്തൊരു വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു ഈ പേപ്പറിനകത്ത്. ആ വാട്ടർമാർക്ക് എന്താണെന്ന് വെച്ചാൽ കാന്തപുരം അദ്ദേഹത്തിന്റെ ഫാക്സ് എടുത്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന വാട്ടർമാർക്കാണ് എന്ന രീതിയിലാണ് ഇവിടെ പ്രചരിക്കുന്നത്. അതിന്റെ സത്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ യാഥാർത്ഥ്യം നോക്കിയാൽ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള സംഗതി തീരുമാനിച്ചതാണ്. അത് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അതായത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സംഗതി പുറത്തു വന്നത് ഇന്നലെയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കാന്തപുരം ഉസ്താദ് സംസാരിക്കുന്ന ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച തന്നെ ഇന്നലെ പറഞ്ഞ സംഗതി നടന്നു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ സംഭവം നടന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗതികേടാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ പറയാൻ സാധിക്കും അങ്ങനെ? അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നടന്ന ഒരു സംഭവത്തിന്റെ ക്രെഡിറ്റ് എന്തിനാ അദ്ദേഹം ഇപ്പൊ എടുക്കുന്നത്? ഞാൻ സംസാരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോരെ? അദ്ദേഹം ഇതുവരെ യാതൊരു രീതിയിലും ഇതിന്റെ റിപ്ലൈയോ കാര്യങ്ങളോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ഈ ആഘോഷങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചത്? അവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അവര് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഏകദേശം നിമിഷപ്രിയ രക്ഷപ്പെട്ടു, പിന്നെ മനുഷ്യത്വത്തിന്റെ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ വലിയ രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് തലാലിന്റെ കുടുംബം അതിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വധശിക്ഷ മരവിപ്പിച്ച വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് ശരിക്കും പറഞ്ഞാൽ ഈ കയ്യിൽ കിട്ടിയിട്ടും അഡ്വക്കേറ്റും ബാക്കി പ്രവർത്തകരും ഒന്നും പുറത്തുവിടാഞ്ഞത്. പക്ഷേ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില എട്ടുകാലി മമ്മൂഞ്ഞുകൾ കാണിച്ച കാര്യങ്ങൾ കൊണ്ട് നിമിഷപ്രിയക്ക് ഇപ്പൊ ദോഷമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. തലാലിന്റെ സഹോദരൻ പറയുന്നത് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നാ. 8 കോടിയും വേണ്ട 10 കോടിയും വേണ്ട, ക്ഷമിക്കാൻ തയ്യാറല്ല. അതിന് അവരൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൃതദേഹത്തെ പോലും വികൃതമാക്കുന്ന രീതിയിൽ 101 കഷ്ണങ്ങളാക്കി മുറിച്ച് ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ എന്റെ സഹോദരനോട് ചെയ്ത ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് കുറ്റം പറയാൻ സാധിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആളൂർ എന്നൊരു വ്യക്തി എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പല കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നൊരു കാര്യമാണ് ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകളുടെ ഹെയ്റ്റ് സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. മരിച്ചപ്പോൾ പോലും ഞാനടക്കം മനസ്സിൽ വിചാരിച്ചിരുന്നു, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, വലുതായിട്ട് പറയാനൊന്നുമില്ല, അയാൾ മരിച്ചാൽ എന്താ മരിച്ചില്ലെങ്കിൽ എന്താണ്. കാരണം അയാൾ കുറ്റവാളികളോടൊപ്പം മാത്രം നിന്ന് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതായത് അയാളുടെ ജോലിയാണ് എന്ന് പറയുമ്പോൾ പോലും അയാൾക്ക് നല്ലതും തിരഞ്ഞെടുക്കാം, ചീത്തയും തിരഞ്ഞെടുക്കാം. ചീത്ത തിരഞ്ഞെടുക്കുന്ന ഒരാളെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ ജോലിയാണെന്ന് പറയണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അയാൾ ചെയ്തത് എന്താണ്? ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കുറെ ആളുകൾ ചെയ്യുന്നത് എന്താണ്? പൈസ സ്വരൂപിക്കുന്നതാണെങ്കിലും 8 കോടി രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികൾ പഠിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്, കഴിവുണ്ടായിട്ടും എത്ര പിള്ളേർക്ക് ചോരാത്ത വീടുണ്ട്, എത്ര കുട്ടികൾക്ക് എന്താ പറയാ പഴയ യൂണിഫോം അല്ലാണ്ട് പുതിയ യൂണിഫോം ഇടാനുണ്ട്, എത്ര കുട്ടികൾക്ക് അസുഖം ഉണ്ടായിട്ട് അത് ചികിത്സിക്കാനുള്ള പൈസ ഇല്ലാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാതെ, അവർക്കൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ സ്വരൂപിച്ച് കൊടുക്കേണ്ടത്, അവരെയല്ലേ ഗവൺമെന്റ് കരുതേണ്ടത്. അല്ലാതെ വല്ല നാട്ടിലും പോയിട്ട് ഈ നിമിഷപ്രിയ തെറ്റ് ചെയ്തില്ല എന്ന് നിമിഷപ്രിയ പോലും പറയുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഗതികേടിന്റെ പുറത്താണെങ്കിലും ഈ കഷ്ണങ്ങളാക്കി മുറിച്ചതിനെ ഒന്നും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതൊക്കെ മനഃപൂർവ്വം തന്നെയാണ്. അത് ഡ്രഗ് അടിച്ചിട്ടാണോ ഒരു മനുഷ്യൻ ചെയ്യുക? ഓർമ്മയില്ലേ? ഒരു മനുഷ്യനെ ഇത്ര പീസായിട്ട് മുറിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അതേപോലെ തന്നെ ഇവർക്കറിയില്ലേ മയങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മയക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഡോസ് കൊടുക്കണം എന്നുള്ളത്? അവരുടെ നേഴ്സല്ലേ. അപ്പൊ അബദ്ധത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നതിലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംഭവം തെളിഞ്ഞതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെളിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊരു കുറ്റവാളി തന്നെയാണ്, അല്ലെന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരം അനാവശ്യമായി ഇതിനെയൊക്കെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ട് വാഴ്ത്തുമ്പോൾ മരിച്ചുപോയ വ്യക്തികൾക്ക് അവരെന്താ മൃഗങ്ങളാണോ? അവർക്ക് ഈ പറയുന്ന മനുഷ്യത്വം ഒന്നും അവർക്ക് വേണ്ടേ? അപ്പൊ നീതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലോ അത് പലർക്കും കിട്ടാറില്ല. ഈ പറയുന്ന കുറെ ലൂപ്പ് ഹോളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇവിടെ കാർണവർ വധക്കേസിലെ പ്രതിനെ അത്രയും അധികം പ്രശ്നങ്ങൾ ജയിലിനകത്ത് ഉണ്ടാക്കിയിട്ട് പോലും 3 തവണയാണ് ഗവർണർക്ക് അപ്പീൽ പോയത് അതിനെ പുറത്തു വിടുന്നതെന്ന് പറഞ്ഞിട്ട്. അത് എന്ത് നല്ല നടപ്പുണ്ടാക്കിയിട്ട് എന്ത് മനുഷ്യത്വം അതിനോട് കാണിക്കേണ്ടത്?
അത് ചെയ്തത് നല്ല കാര്യമാണോ? കാശിന് വേണ്ടി ഒരു ജീവിതം കൊടുത്ത വീട്ടുകാരോട് എന്താ ചെയ്തത്? എന്തിനു വേണ്ടി? അതിനെ പുറത്തിറക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം, അതിന്റെ പുറകിൽ ഏതാ മന്ത്രി, ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണല്ലോ. അപ്പം ഇത് അനീതി തന്നെയാണ്. നിമിഷപ്രിയക്ക് ഒപ്പം നിൽക്കാനായിട്ട്, പൊതുബോധത്തിനൊപ്പം നിൽക്കണമെങ്കിൽ നിൽക്കാമെങ്കിലും മനസാക്ഷിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരാളെ കൊന്നയാൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. ഞാൻ തലാലിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ്. കാരണം മാപ്പ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരനാണെങ്കിൽ എനിക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ അത്രയൊക്കെ ബാക്ക്വേർഡ് ആണെന്ന് വിചാരിച്ചാൽ തന്നെയും അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറ്റവാളികളായി കഴിയുന്നവരുടെ കാര്യത്തിൽ ആ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഞാൻ പറയുന്നത്. കാരണം തെറ്റ് ചെയ്ത ഒരാൾ, ബിഹേവിയറിൽ കറപ്ഷൻ ഉള്ള ഒരാൾ, അത് ഏത് രാജ്യത്താണെങ്കിലും കുറ്റവാളി തന്നെയാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത്രയധികം മുറവിളി കൂട്ടി ഇപ്പം അർജുനൊക്കെ മണ്ണിന്റെ അടിയിൽ പെട്ടപ്പോൾ അതിനകത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊക്കെ കാണിച്ച സ്നേഹം പോലൊന്നും ഇങ്ങനെയുള്ള ആളുകളോട് കാണിക്കേണ്ടതില്ല എന്നതാണ് അഭിപ്രായം. അങ്ങനെയാ കാണിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളൂരിനെ ഒന്നും നിങ്ങൾക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അവരും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. ഈ അനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരെയും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ അവരുടെ തലയിൽ തന്നെയാണ് വരുന്നത്. ഈ പറയുന്ന തീവ്രവാദ സംഘടന കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോ കേട്ടു എന്നാണെന്നുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ സംഘടന അപ്പൊ പിന്നെ യഥാർത്ഥ മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന മാതൃക കാട്ടുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ സാധിക്കുമെന്ന ഒരു ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം അവര് ട്രൈബൽസ് ആണ്, അവരുടെ ആരും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് സത്യത്തിൽ ആരോടൊപ്പമാണ്? ഈ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമാണ് ശരീഅത്ത്. ശരീഅത്ത് നിയമത്തിൽ ശിക്ഷ വിധിച്ച ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വലിയ ദാസനായ കാന്തപുരം ഉസ്താദ് തന്നെ ഇറങ്ങുന്നു എന്നാണെങ്കിൽ നാളെ മരിച്ച അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കില്ലേ, നീ ആരോടൊപ്പമായിരുന്നു? ഞാൻ ഉണ്ടാക്കിയ നിയമത്തിൽ നീ എന്തിനാണ് കുറ്റവാളിയെ രക്ഷിക്കാൻ ഇറങ്ങിയെന്ന്? അപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറയും? ഇത് ഞാൻ ഈ മതവിശ്വാസികളോടും കൂടിയാണ് ചോദിക്കുന്നത്. എനിക്ക് ഇതിനോട് എക്സ്പ്ലനേഷൻ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. കുറ്റവാളിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നീതിയല്ല, ഒരു കാലത്തും നീതിയല്ല. സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. സത്യം മനസ്സിലാക്കാൻ ഇവിടത്തെ മാധ്യമ പ്രവർത്തകരൊന്നും സഹായിക്കുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കിയല്ലേ പറ്റൂ. ഇനി ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള സാമുൽ ജെറോം പറയുന്നത് കൂടി കേൾക്കൂ. നമ്മുടെ 24-ലെ ഹാഷിമി വളരെ വിഷമത്തോടുകൂടി താങ്കൾ എന്തിനാണ് കാന്തപുരത്തിന്റെ പേര് ഒഴിവാക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഹി വാസ് നോട്ട് ഇൻവോൾവ്. എനിക്ക് നിങ്ങളെ മീഡിയാസിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതല്ല പണി, ഇൻവോൾവ് ആയ ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന വീഡിയോ ആണ്. ഒന്ന് കണ്ടു. The special thanks to government of Yemen who had totally helped us on this without even the consent of the why are you purposefully avoiding Mr. Kandapuram's name? No, he was not involved. That is what I'm saying. He was not involved and nothing. I'm telling you, the family was not consented. The family until today did not consent. So there are lot of people who are coming out and just getting cheap. അല്ല സാമുൽ ജെറോം, താങ്കൾ അറിയാത്ത ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സാമുൽ ജെറോം, താങ്കൾ അറിയാത്ത ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം അത്രയും ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് വാർത്ത ഉണ്ടാവാതിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈഗോ വിചാരിച്ചൊരു കാര്യമുണ്ടോ ശ്രീ സാമുൽ ജെറോം? Mister, please listen to me. Yeah. I am here to save Nimisha. I am not here to feed media. അപ്പൊ ഹാഷിമിയെ പോലുള്ളവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. കുറെ ആളുകളെ വൈറ്റ് വാഷ് ചെയ്യും. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ഗതികേട് നോക്കിയാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കും. സന്ദീപ് വാര്യരുടെ ഒരു ഗതികേട് കണ്ടില്ലേ? BJP അവിടെ ചെന്നിട്ട് ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം. സാധാരണക്കാരായ ആളുകളും കൂടി ഇതിൽ പെട്ടുപോവാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ചോരപ്പണം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇവിടുന്ന് ആരെന്ത് കൊമ്പ് കൂട്ടിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ആരും വലിയ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതിപ്പോ സംഭവിച്ചു എന്നൊന്നും പറയാനില്ല. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് യമനിലെ ഭരണകൂടത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരട്ടെ. സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി. വിളിച്ച് തെറി വിളിക്കുന്ന കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് സംസാരിക്കാം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.